നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ശിവ, ഞങ്ങൾ അതിന് വെറുതെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ അന്നേ കളഞ്ഞ കാര്യങ്ങളല്ലേ ശിവ. പിന്നെ കിരൺ കുറെ പുകഴ്ത്തി പറഞ്ഞല്ലേ സുന്ദരി എന്നൊക്കെ. അപ്പൊ പിന്നെ ഒന്ന് കണ്ടിരിക്കാന്ന് കരുതി, അത്ര തന്നെ. ആ കുട്ടിയായി അതിന്റെ പാടായി. അല്ലെങ്കിലും ആ കൊച്ചിനൊരു ജീവിതം കൊടുത്ത അവിടെ മുറച്ചെറുക്കം തന്നെയാ ആ കുട്ടിക്ക് ചേരുന്നത്. നമ്മുടെ ഉണ്ണിക്കുട്ടിന് വേറെ തങ്കം പോലുള്ള കൊച്ചിനെ നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കില്ലേ? കനക അവരുടെ മനസ്സിലുള്ള അവിടെ പറഞ്ഞു. ശിവനാഥും ജയേന്ദ്രനായി ശരിവെച്ചു. തങ്ങളുടെ അടുത്തേക്ക് വന്ന വിക്രമിനോടായി പിന്നെ അവരുടെ സംസാരം. ടീമിലുള്ളവരെല്ലാവരും ഓരോ തിരക്കിലായിരുന്നു. ലൂക്ക് ടെൻഷനോട് ആരൊക്കെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കുറെ പേർ ഫയലുമായി കൂട്ടം കൂടി നിൽക്കുന്നു. പക്ഷെ നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റുമാർ മാത്രം വായും തുറന്ന് അപ്പോഴും ഒരേ നിൽപ്പ് തന്നെയാണ്. കീർത്തന വലിയ ജാട കാണിച്ചു തുടങ്ങിയേണ്ട ഡാലിയൊക്കെ വല്ലാത്ത ഒറ്റപ്പെടൽ ഫീൽ ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും കിരൺ കാവ്യയുടെയും നിലയുടെ അടുത്തേക്ക് വന്നിരുന്നു. കിരണിനെ കണ്ടപ്പോൾ കാവ്യയ്ക്ക് മുമ്പൊന്നും വന്നാത്ത പോലെ ഒരു വെപ്രാളമുണ്ടായി. ഈ വീടും ചുറ്റുപാടൊക്കെ കണ്ടപ്പോൾ കിരൺ നമുക്ക് ചേർന്ന കൂട്ടല്ലെന്നൊരു തോന്നൽ. എന്താ പിള്ളേരെ കണ്ടിട്ടൊരു മൈൻഡില്ലാത്ത? രണ്ടിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. ഞാൻ വരാൻ ലേറ്റായതുകൊണ്ടാണോ? കിരൺ നിലയുടെ തോളിൽ കൈയിട്ട് അവൾ അവനോട് അടുപ്പിച്ചുകൊണ്ട് കാവ്യയെ നോക്കിയാണ് അത് ചോദിച്ചത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും കാവ്യക്ക് അവനോട് പഴയ പോലെ മിണ്ടാൻ കഴിഞ്ഞില്ല. എന്തോ മനസ്സിലൊരു ബഹുമാനമൊക്കെ തോന്നുന്ന പോലെ. കാവ്യക്ക് അവളോട് തന്നെ അത്ഭുതം തോന്നി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് അവൾ സ്വയം ചോദിച്ചു. എന്താണ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്? കിരൺ ചോദിക്കുമ്പോൾ കാവ്യ ഇല്ല എന്നർത്ഥത്തിൽ ചുമല് കൂച്ചി, അല്ലാതെ വേറൊന്നും മിണ്ടിയില്ല. നീ പോത്തെ, നിന്നെ നാവിനാലും കെട്ടിട്ടോ? നിനക്കിതെന്താടി വല്ലാതെ മൗനാളോ നിലൂസ്? എന്തു പറ്റി നിന്റെ കൂട്ടുകാരിക്ക്? ആളും ചിരിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്ക് വീടോ ചുറ്റുപാടോ ഒന്നും ആയിരുന്നില്ല പ്രശ്നം. ദേഹം തളരും പോലെയൊക്കെ തോന്നുന്നു. അസഹനീയമായ വയറുവേദന. പക്ഷേ അത് ഇവിടെ പറയാമല്ലാത്ത ചമ്മല് തോന്നി അവൾക്ക്. എന്തെങ്കിലും മിണ്ടാന്ന് കരുതി വിക്കി കാവ്യ കിരണിനോട് ചോദിച്ചു. കിരൺ, എപ്പോഴാ ഷൂട്ട് തുടങ്ങുന്നത്? ഇത്രയും രാവിലെ വിളിച്ചപ്പോൾ ഞങ്ങൾ കരുതി നേരത്തെ ഷൂട്ട് തുടങ്ങുന്നു. ഇല്ലടോ, ആ ചൈതന്യം വന്നിട്ടില്ല. പിന്നെ ഫോട്ടോഗ്രാഫർ എത്തിയിട്ടില്ല. എവിടെയാണ് ഷൂട്ടെന്ന് നമ്മുടെ ജാനുവിൽ അറിഞ്ഞിട്ടില്ല. എല്ലാം കൂടി സെറ്റാകുമ്പോൾ ചിലപ്പോൾ ഒരു ഉച്ചയാവും. എന്തേ, നിനക്ക് നേരത്തെ വന്ന് ബുദ്ധിമുട്ടായോ? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചാ. ഇവളെന്താ രാവിലെ ബെഡിൽ കിടന്നോടിക്ക് ഉറങ്ങി തിരിച്ചാണോ? നിന്ന് ഉറക്കം തൂങ്ങുന്നുണ്ടല്ലോ. ക്ഷീണിച്ചിരുന്ന നിലയെ നോക്കി കിരൺ കാവ്യയോട് ചോദിച്ചു. കാവ്യ അതിനൊന്നും ചിരിച്ചല്ല, ഒന്നും മിണ്ടിയില്ല. നിനക്കിത് എന്താടി? ഇവിടെ ക്ലോസപ്പിന്റെ പരസ്യം പോലെ നടക്കുന്നുണ്ടോ? വന്നപ്പോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു മരണ വീട്ടിൽ വന്ന പോലെ. നിനക്കെന്തൊരു വല്ലായ്മ പോലെ. സുഖല്ലേ? സിരി മാത്രമേ ഉള്ളല്ലോ, ഇല്ലെങ്കിൽ നാവിന് നല്ല നീളാണല്ലോ. കാവ്യയുടെ അടുത്തേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ കണ്ണൂർപ്പിച്ചു. മരണ വീട്ടിലെല്ലാവരും ചിരിച്ചുകൊണ്ടാണോ നിൽക്കുന്നതെന്ന് ചോദിക്കണമെന്നുണ്ട് കാവ്യയ്ക്ക്. പക്ഷെ താൻ തന്നെ അതിനെ അനുവദിക്കുന്നില്ല. താൻ എന്താ ഇങ്ങനെയെന്ന് കാവ്യ സ്വയം തന്നോട് തന്നെ ചോദിച്ചു. പെട്ടെന്നാണ് ആവണി അവിടേക്ക് വന്ന് മാൻഷന് മുന്നിൽ ആൾക്കൂട്ടം കണ്ടപ്പോൾ അവളെ നെറ്റി വിളിഞ്ഞു. ഇന്നലെ പാതിരാത്രി എപ്പോഴാണ് ഇവിടെ എത്തിയത്. വന്നയുടൻ തനിക്കായി ഒരുക്കിയിട്ടിരുന്ന മുറിയിൽ പോയി കിടന്നുറങ്ങി. സാധാരണ ഇത്രയും നേരത്തെ ഉണരുന്നല്ല, പക്ഷെ എന്തോ രാവിലെ നേരത്തെ ഉണരണമെന്ന് തോന്നി. അതുകൊണ്ട് അലാറം സെറ്റ് ചെയ്താണ് കിടന്നത് തന്നെ. മനസ്സിൽ മുഴുവൻ ഒരുവനാണ്. അവൻ്റെ നോട്ടം, അവൻ്റെ ശരീരം, അവൻ്റെ ഗന്ധം, സ്റ്റൈൽ. ജാനിനെ വീണ്ടും വീണ്ടും കാണണമെന്നൊരു തോന്നൽ. ആവണിയെ കണ്ടെന്ന് കിരണിന്റെ കണ്ണുകളൊന്ന് കൂർത്തു. ഇങ്ങനെയൊരു സാധനം വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിരുന്നു. കാണുന്ന ഇപ്പോഴാണ്. കിരണിന് ആവണിക്ക് നേരത്തെ തന്നെ അറിയാം. ഇങ്ങോട്ടേക്ക് വരും മുമ്പേ ഒരു സർവേ അവൾ നടത്തിയിരുന്നു. തനിക്ക് ഈ വീട്ടിൽ ശത്രുക്കൾ വല്ലവരും ഉണ്ടോ എന്നാണ് ആദ്യം അന്വേഷിച്ചത്. വല്ല അമ്മാവിൻ്റെ മോളോ മറ്റ് കസിൻസ് വല്ലവരും ഉണ്ടെങ്കിൽ തനിക്ക് അവരേക്ക് ആദ്യം തുടച്ചു മാറ്റണമല്ലോ. പക്ഷേ തൻ്റെ ഭാഗ്യത്തിന് അങ്ങനെയുള്ളവരൊക്കെ കെട്ടി കുട്ടികളുമായി. ആവണി എല്ലാവരെയും നോക്കിക്കൊണ്ട് ശിവനാഥ് മേനോനും ജയേന്ദ്രനും കനകമൊക്കെ നിൽക്കുന്നിടത്തേക്ക് പോയി നിന്നു. കാണുന്നവർ തന്നെ ഈ വീട്ടുകാരെ തന്നെ കണ്ടോട്ടെ എന്ന ഭാവത്തിൽ. ലൂക്കയെ കണ്ടതും ആവണിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. പ്രശസ്ത ഫാഷൻ ഡിസൈനർ ലൂക്കസ് എബ്രാം പണ്ട് മുമ്പിൽ വെച്ച് അവസരം ചോദിച്ച് താൻ അയാളെ സമീപിച്ച് അവൾ ഓർത്തു. അന്ന് തന്നെ ശരീരഭാഷയ്ക്ക് മോഡലിംഗ് പറ്റില്ലെന്ന് പറഞ്ഞ് ലൂക്ക് അവളെ തള്ളിക്കളഞ്ഞ് അവൾ ദേഷ്യത്തോട് ഓർത്തു. പക്ഷെ ലൂക്ക് അവളെ കണ്ട ഭാവം നടിച്ചില്ല. അയാൾക്കൊരു പക്ഷെ അതൊന്നും ഓർമ്മ പോലും കാണില്ലായിരിക്കും. ആവണി സ്വയം മതിമറന്നു. നല്ല ബെസ്റ്റ് ടൈമാണ് തൻ്റേത്. ഇപ്പൊ തന്റെ മുന്നിൽ ലൂക്കയും ഒരു ജോലിക്കാരന്റെ സ്ഥാനത്തെത്തിയിരിക്കുന്നു. എങ്ങനെയും ഈ സാമ്രാജ്യത്തിന്റെ അതിഥിയായി കയറിക്കൂടണം. എന്നാൽ മാത്രമേ ഇപ്പോൾ ഒരു അതിഥിയുടെ പരിഗണനയിൽ താൻ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ എന്നേക്കുമായി തന്നെ സ്വന്തമാകുകയുള്ളൂ. എല്ലാം കിട്ടാൻ ചാൻ കനിയണം.
കനിയാതെ അവിടെ പോവാൻ. ആവണി ഓർത്തുകൊണ്ട് മനസ്സിൽ പൊട്ടിച്ചിരിച്ചു. കീർത്തന ആ കിളി പോയി നിൽക്കുകയാണ്. ഇതേതാ പുതിയൊരു അവതാരം എന്ന പോലെ. മുമ്പ് മാൻഷനിൽ കണ്ടിട്ടില്ല. അവൾ ആവണിയെ ഒന്ന് അടിമുടി നോക്കി. ചെറിയൊരു ഷോർട്ട് ഗൗണാണ് വേഷം, അതും സ്ലീവ്ലെസ്. പോരാത്തിന് മുട്ടിന് മുകളിൽ മാത്രമേ അതിന് ഇറക്കവുമുള്ളൂ. തടിച്ച് ഇരുനിറമുള്ള ഒരു സുന്ദരി നീളൻ ചുരുളൻ മുടി ഭംഗിയിൽ അഴിച്ചിട്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല മേക്കപ്പ് മുഖത്തുണ്ട്. ഇവൾ ആരാവും? കീർത്തന ആകെ ആശയക്കുഴപ്പത്തിലായി. നീലാംബരി ബാഗിൽ നിന്നും വാട്ടർ ബോട്ടിൽ പുറത്തെടുത്തു. കുറച്ച് മാറി നിന്ന് അവൾ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മുഖത്തേക്ക് ശക്തിയിൽ അടിച്ചു. എങ്ങനെയെങ്കിലും ഈ കറക്കൊന്ന് മാറട്ടെ എന്ന് അവൾ കരുതി. അപ്പോഴേക്കും ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് മാൻഷന്റെ ഗേറ്റ് കടന്ന ഒരാൾ അവിടേക്ക് നടന്നു വന്ന്. ജാൻ. എല്ലാവരുടെയും കണ്ണുകൾ അവനിലേക്ക് നീണ്ടു. ചാറ്റൽ മഴ നനഞ്ഞുകൊണ്ട് ഒരു ബ്ലാക്ക് സ്ലിം ഫിറ്റ് ടീഷർട്ടും ഗ്രേ കളർ ടൈറ്റ് ട്രാക്ക് പാൻറ്റും അതേ നിറത്തിലൊരു ഫ്രണ്ട് ഓപ്പൺ ഹുഡിയും സ്കെച്ചേഴ്സിന്റെ ബ്ലാക്ക് കളർ സ്പോർട്സ് ഷൂമാണ് അവന്റെ വേഷം. തികച്ചും കാഷ്വൽ ലുക്കിൽ അവൻ നടന്നു വരികയാണ്. ഇടയ്ക്ക് കൈകൾ ഉയർത്തി സൈഡിലേക്കൊക്കെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ജോഗിങ് കഴിഞ്ഞുള്ള വരവാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ചാറ്റൽ മഴ കൊണ്ട് നനഞ്ഞ തന്റെ കോലൻ മുടി ഇരു കൈകളാൽ കൊണ്ടുവന്ന് മുകളിലേക്ക് മാടി ഒതുക്കിക്കൊണ്ട് മുന്നിൽ കണ്ടവരെ അവനൊന്ന് കണ്ണു ചുരുക്കി നോക്കി. അവന്റെ ആ വെള്ളാരം കണ്ണുകൾ തികഞ്ഞ സംശയമാണ്. ചാറ്റൽ മഴ വകവെക്കാതെ ഒട്ടും ധൃതി കാട്ടാതെ അവരുടെ അടുത്തേക്ക് എത്തിയതും സംശയത്തിന്റെ കൂടെ ഒരു നേർത്ത പുഞ്ചിരി കൂടി അവന്റെ ചുടികളിൽ പ്രകടമായി. ഈ ഒരു കോൾക്കിൽ ആദ്യമായിട്ടാവും അവരവനെ കാണുന്നു. എല്ലാവരും അവനെ സ്കാൻ ചെയ്യുന്ന തിരക്കിലാണ്. വിയർത്തതാണോ മഴ നനഞ്ഞതാണോ എന്നറിയില്ല. അല്പം കുതിർന്ന വസ്ത്രങ്ങൾ ദൃഢമാർന്ന അവന്റെ ഉറച്ച ശരീരത്തിൽ പറ്റിച്ചേർന്ന് കൂടാതെ കോതിയൊതുക്കാത്ത മുടിയും അല്പം കലങ്ങി മറിഞ്ഞ കണ്ണുകളുമൊക്കെയായി മുന്നിൽ നിൽക്കുന്നവനെ കാണുകെ അവന്റെ ഏറ്റവും ഹോട്ട് ലുക്ക് ഇതാണെന്ന് പോലും പലരിലും തോന്നിപ്പോയി. ആവണിയുടെ കണ്ണുകൾ അവന്റെ ശരീരമാകെ ഓടി നടന്നു. ആ കാഴ്ച ഒരു ഞെട്ടിലോടെ കീർത്തനയും നോക്കി നിന്നു. ദേഹത്തുനിന്ന് ഹൂടി അഴിച്ചു മാറ്റിക്കൊണ്ട് കിരണിനെ നോക്കി. ഇതൊക്കെ എന്തായെന്ന അർത്ഥത്തിൽ ജാനൊന്ന് പുരിക വീഴ്ത്തി. ഡാ, നീ പറഞ്ഞ ആദ്യത്തെ ലൊക്കേഷൻ എവിടെയാ? നമ്മുടെ മാൻഷനേക്കാൾ നല്ല ലൊക്കേഷനെ വേറെ എവിടെ കിട്ടാനാ? സോ ഞാനിതാ ചൂസ് ചെയ്തത്. നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ? നീ ഇന്നലെ എത്തിയപ്പോൾ ലേറ്റ് ആയിരുന്നില്ലേ? അത് ഞാൻ പറയായിരുന്നു. നീ ഓക്കെ അല്ലേ? ഉത്തരവാദിത്തോടെ കിരണിനെ ജാൻ ഏൽപ്പിച്ച ആദ്യത്തെ ജോലിയായിരുന്നു ഷൂട്ടിന് വേണ്ട ലൊക്കേഷനുകൾ കണ്ടെത്തുക എന്നുള്ളത്. ജാൻ ഓക്കെ എന്ന് കണ്ണുകളടച്ച് കിരണിന്റെ തോളിലും തട്ടി. അപ്പോഴേക്കും മഴ അല്പം കൂടി ഉറച്ചു തുടങ്ങിയിരുന്നു. മാൻഷന്റെ മുന്നിൽ കൂറ്റൻ മേൽക്കൂരയോടുകൂടിയ സിറ്റ് ഔട്ട് ഭാഗത്താണ് അവരപ്പോൾ നിന്നിരുന്നത്. പുറകിലായി നിന്ന് വാട്ടർ ബോട്ടിൽ ഉയർത്തി വെള്ളം കുടിക്കുകയാണ് നീലാംബരി. അപ്പോഴും അവളുടെ നോട്ടം മുന്നിൽ നിൽക്കുന്നവരിൽ തന്നെയായിരുന്നു. ഒരു വേള ജാന്റെ നോട്ടം അവളിലേക്കൊന്ന് പാറി വീണു. അവളുടെ മുഖമാകെ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഈർപ്പം തങ്ങിയ കണ്ണുകൾ കൊണ്ടുള്ള അവളുടെ നോട്ടം. വായിലേക്ക് ഒഴിച്ച ഒരു കവിൾ വെള്ളം ജാനെ നോയിക്കൊണ്ട് തന്നെ അവൾ കുടിച്ചിറക്കുമ്പോൾ അവനൊന്ന് ഉമിനീരിറക്കിപ്പോയി. ഒരു നിമിഷം ഇരു കണ്ണുകളും തമ്മിലൊന്ന് ഇടഞ്ഞു പോകും. പുരികമൊന്ന് ഉയർത്തിക്കൊണ്ട് അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റി തന്റെ നനഞ്ഞ മുടി കൈവിരലാൽ മുകളിലേക്കും മാടി ഒതുക്കി. നീലാംബരി തന്റെ വീട്ടിൽ? ചുണ്ടിലൊളിപ്പിച്ച ചിരി പുറത്തു വരാതിരിക്കാൻ അവൻ നന്നായി പണിപ്പെട്ടു. പെട്ടെന്നാണ് ആവണി മുന്നോട്ടേക്ക് ഇറങ്ങി വന്നവൻ ജാനെ ഹഗ് ചെയ്തു. ഗുഡ് മോർണിംഗ് ജാൻ, രാവിലെ തന്നെ ജോയിങ്ങിന് പോയതാണോ? വൈ ഡോണ്ട് യു ടേക്ക് മീ? ഞാനും വരുമായിരുന്നല്ലോ. തികച്ചും വശ്യമാർന്ന സ്വരം അവന്റെ നെഞ്ചിൽ മാറിയിടം അമർത്തിയവൾ അങ്ങനെ നിന്നു. ജാൻ അവളിൽ നിന്ന് പെട്ടെന്ന് നടന്ന് പുറകിലേക്ക് മാറി. മനസ്സിൽ ഉയർന്നു പൊന്നിയ ദേഷ്യം തന്റെ ഡാഡിന്റെ മുഖമോർത്ത് അവൻ കടിച്ചമർത്തി. ശിവനാഥ് മേനോൻ പറഞ്ഞ വാക്കുകളാണ് അന്നേരം അവൻ ഓർമ്മ വന്നത്. നമ്മുടെ ശ്രീനിവാസിനോർത്ത് നീ ഒന്ന് ക്ഷമിക്കടാ. ജാൻ കണ്ണുകൾ മുറുക്കി അടച്ചതും തുറന്നു. ഒരു പ്രാവശ്യം കൂടി അവന്റെ ദേഹത്ത് സ്പർശിക്കാൻ ആവണി കിട്ടിയ അവസരമായിരുന്നത്. ഇതുപോലെ ഇനി എത്ര കിടക്കുന്നു? കീർത്തൻ ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളെല്ലാവർക്കും അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. തങ്ങളുടെ ഹാൻസം CEO ഒരു പെൺകുട്ടി ഹഗ് ചെയ്യുന്നു, അതും ഇത്രയും സ്വാതന്ത്ര്യത്തോടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച്. എന്തായിരിക്കും അവരുടെ റിലേഷൻ? എല്ലാവരും അടക്കം പറയാൻ തുടങ്ങി. ജാൻ നീലാംബരിയുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി. അവളിനെന്തോ വല്ലായ്മ പോലെ അവന് ഫീൽ ചെയ്തു. വല്ലാത്ത തളർന്ന പോലെ നിൽക്കുന്നു. അപ്പോഴാണ് അവിടെ നെറ്റിയിലെയും ചുണ്ടിലെയും മുറിയവൻ ശ്രദ്ധിച്ച് അവന്റെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് കൂർത്തു. എല്ലാവരെയും ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, വൈ ആർ യു ഓൾ സ്റ്റാൻഡിംഗ് ഹിയർ? യു ക്യാൻ സിറ്റ് എനിവർ യു വാണ്ട് ഹിയർ. ദർ ഈസ് എ ഗാർഡൻ ഔട്ട്സൈഡ്. ദർ ഈസ് ഓൾസോ സീറ്റിംഗ് അവൈലബിൾ ദർ. ചുറ്റുമൊന്ന് നോക്കി ഗാർഡൻ കണ്ട പോലെ എല്ലാവരും അവിടേക്ക് നടന്നു. കീർത്തന മാനേജർ അശോകന്റെ കൂടെ അവിടെ തന്നെ നിന്നതേയുള്ളൂ. നിലയും കാവ്യം കിരണിന്റെ കൂടെ നിന്നെങ്കിലും നിലയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതിയെന്നായിരുന്നു. വേദന സഹിക്കാൻ കഴിയാതെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നുകൊണ്ട് കാവ്യയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. കാവ്യ, നമുക്ക് അവിടേക്ക് പോയിരിക്കാം. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വല്ലാത്തൊരു തളർച്ചയുണ്ടായിരുന്നു അവളുടെ ശബ്ദത്തിൽ. എനിക്ക് വേദന കൂടുന്നുണ്ടോ? കിരണിനോട് പറഞ്ഞാലോ? നമുക്ക് മുറിയിൽ മരുന്ന് വയ്ക്കണ്ടേ? വേണ്ട, പറയണ്ട. എനിക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ മതി കാവ്യ. തല വല്ലാണ്ട് കറങ്ങുന്നു. ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ മുറിയിൽ മരുന്ന് വയ്ക്കാം. കാവ്യ അവളെയും പിടിച്ച് ബാക്കിയുള്ളവർ പോയ ഗാർഡനിലേക്ക് പോകാൻ തുടങ്ങിയതും കിരൺ അവരെ പുറകിൽ നിന്ന് ഉറക്കി വിളിച്ചു. ഹലോ, എങ്ങോട്ടാ രണ്ടും കൂടി? ഇവിടോ. അവൻ വിളിച്ചതും അവരൊന്ന് തിരിഞ്ഞു നോക്കി. ഒന്നും മിണ്ടാതങ്ങ് പോവാണ് രണ്ടും കൂടി. നിങ്ങൾക്ക് എന്നെ ഫാമിലി പരിചയപ്പെടണ്ടേ? എന്താ നീലാംബരിക്കുട്ടി ഇത്? ഏട്ടനേട്ടെന്ന് പറഞ്ഞ് നടക്കുന്നല്ലാതെ നിനക്ക് എന്നോടൊരു സ്നേഹമില്ലല്ലേ?
നിലയും കാവ്യയും മടിച്ച് അങ്ങനെ തന്നെ നിന്നു. അപ്പോഴാണ് ആവണി അവരെ ശ്രദ്ധിക്കുന്നത്. നീലാംബരിയെ കണ്ടതും അവളിൽ വല്ലാത്തൊരു അമ്പരപ്പുണ്ടായി. പെൺ സൗന്ദര്യത്തിന്റെ പൂർണ്ണ രൂപം എന്നൊക്കെ പറയാം. തന്നെക്കാൾ ഉയരമുണ്ട്, ഒതുങ്ങിയ ശരീരം. എന്തൊരു നിറമാണ് അവൾക്ക്. മുന്നിൽ നിന്ന് നോക്കിയാൽ തന്നെ പുറകിൽ അഴിച്ചിട്ട് തലമുടി കാണാൻ കഴിയുന്നുണ്ട്. കൂടെ നിൽക്കുന്നവൾ ഒരു സുന്ദരി തന്നെ. ആവണിയുടെ മുഖമാകെ ഇരുണ്ടു വലിഞ്ഞു മുറുകി. കനകവും ജയേന്ദ്രനും നീലാംബരി അപ്പോഴാണ് ശരിക്ക് കാണുന്നത്. അവരിൽ അതിന്റെ പ്രതിഫലനം എന്നോണം വല്ലാത്ത പുഞ്ചിരിയും ഉണ്ടായിരുന്നു. കയ്യിലിരുന്ന ഫോൺ ചുമ്മാ കൈകൊണ്ടിറക്കി ജാനോളെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. ലൂക്ക് അവനോട് പറയുന്ന ഷൂട്ടിന്റെ കാര്യങ്ങളൊന്നും അവനപ്പോൾ ശ്രദ്ധിച്ചില്ല. അവന്റെ കണ്ണിൽ മുഴുവനും നീലാംബരി എന്ന സൗന്ദര്യദാനം മാത്രമായിരുന്നു. അഴിച്ചിട്ട മുടിയും പാദം മറക്കുന്ന അവളുടെ സ്കേർട്ടും ഒതുങ്ങിയ ശരീരവും നനവാർന്ന മുഖവും ഒക്കെ അവൻ അവളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നു. നീലാംബരിയുടെ അവസ്ഥ മനസ്സിലാക്കിയ കാവ്യയ്ക്കും അപ്പോൾ അവളോട് സഹതാപം തോന്നി. വേദന നിന്നുകൊണ്ടാണ് നിൽപ്പ്. ഉടുപ്പിൽ ചോര പുരണ്ട ഭാഗം കൈയിലുള്ള ചെറിയ ബാഗ് കൊണ്ട് അവൾ മറച്ചു പിടിച്ചു. മോൾക്ക് ഞങ്ങളെ മനസ്സിലായോ? കനകൻ ചോദിച്ചപ്പോൾ നിലയില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. ഇരുവരും ബഹുമാനത്തോടെ കനകത്തിന്റെ അടുത്തേക്ക് നടന്നു. ഞാൻ കനകലത, ഇതെന്റെ ഹസ്ബൻഡ് ജയേന്ദ്രൻ. ഞങ്ങൾ കിരണിന്റെയും ഉണ്ണിക്കുട്ടന്റെയും ഗ്രാൻഡ് പാരന്റ്സാ. ഉണ്ണിക്കുട്ടനോ? എവിടെ? നിനക്ക് അനിയനുണ്ടോ കിരൺ? കാവ്യ കിരണിനോടായി പതിയെ ചോദിച്ചു. നിന്റെ സിഇഒ മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ എന്ന ജാൻ. കിരൺ പറയുന്ന കേട്ട് കാവ്യ ഊറി വന്ന ചിരി കടിച്ചമർത്തി. എന്താണ് ഈ ചക്കപ്പോത്തിൽ നിന്ന് ചിരിക്കുന്നത്? കിരൺ കാവ്യെ നോക്കി കണ്ണുരുട്ടി. അല്ല, ആ മുഖത്ത് നോക്കി എങ്ങനെയാ ഉണ്ണിക്കുട്ടാന്ന് വിളിക്കുന്നത്? അതിന് കിരൺ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ചുണ്ടത്തെ വിരൽ വെച്ച് ഇനിയൊന്നും മിണ്ടരുതെന്ന് കാണിച്ചു. നീലാംബരിക്ക് ജാൻ അങ്ങനെ ഒരു പേരുള്ള നേരത്തെ അറിയാം. മുമ്പൊരിക്കൽ ശിവനാഥ് മേനോൻ ഓഫീസിൽ വെച്ച് വിളിക്കുന്ന കേട്ടിട്ടുണ്ടെന്ന് അവൾ ഓർത്തു. ജാന് കനകത്തിന്റെ ഉണ്ണിക്കുട്ടൻ എന്ന പ്രയോഗം അത്ര പിടിച്ചില്ല. നെറ്റിയിൽ വിരൽ ഒഴിഞ്ഞുകൊണ്ട് അവൻ പല്ലിറുമി അങ്ങനെ നിന്നു. ഗ്രാൻഡ്മയെ അകത്തുകൊണ്ടുപോയി നല്ലപോലെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഇതാണോടാ നീ പറയാറുള്ള കാവ്യ? രണ്ടുപേരും നല്ല സുന്ദരികളായിട്ടോ. നീലാംബരി എന്ന് പറയുമ്പോ ഈ കിരണിന് ശിവക്കൊന്ന് 100 നാവാ. അന്നേ കരുതിയതാ ഒന്ന് കാണണമെന്ന്. എൻഗേജ്മെന്റ് ഒക്കെ ആയി വിവരം കിരണ് പറഞ്ഞിരുന്നേ. എന്താ കോച്ചന്റെ പേര്? മുകുന്ദൻ. എന്തായാലും എന്താ കൂടി പറയാനായി കനകം വായ തുറന്നു. ഇനി അവരെ വളരാൻ അനുവദിച്ചുകൂടെന്ന് കിരണിന് തോന്നി. എന്റെ ഗ്രാൻഡ്മ, ബാക്കി പിന്നെ പറയാം. ഇവളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഇപ്പൊ തന്നെ പറയണോ? ആദ്യം ഞാൻ എന്റെ കൊച്ചിനെ ഈ വീടൊക്കെ ഒന്ന് കാണിക്കട്ടെ. പക്ഷെ എൻഗേജ്മെന്റ് എന്ന് കേട്ടതും ജാൻ ഒരു നിമിഷം അങ്ങനെ തറഞ്ഞിന്ന് പോയി. അവനത് പുതിയൊരു അറിവായിരുന്നു. എന്നിട്ട് കിരൺ എന്തുകൊണ്ടാണ് തന്നോട് പറയാതിരുന്നത്? നീലാംബരിയെ സംബന്ധിക്കുന്ന എല്ലാ വിവരവും അവൻ പറയുന്നതാണ്. കഴിഞ്ഞ ദിവസം നില ലീവ് ചോദിച്ച് ഫോൺ ചെയ്തും എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് തന്റെ പുറകെ വന്നു. ലിഫ്റ്റിന് മുമ്പിൽ തടഞ്ഞു നിർത്തിയും ഒരുപക്ഷെ ഇത് പറയാനായിരുന്നിക്കാം. ഒരു നിമിഷം അവന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. തന്നിൽ നിന്ന് എന്തോ അടർന്നു പോകുന്ന പോലെ. വിഷമമുണ്ടായാൽ പിന്നെ അവൻ ആദ്യം തോന്നുന്നു ചുറ്റുമുള്ളതിനോടൊക്കെയും ദേഷ്യമാണ്. അവൻ തന്നെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. കീർത്തനയ്ക്ക് ഒരേ സമയം സന്തോഷവും ദേഷ്യവും തോന്നി. സന്തോഷമുള്ള കാര്യം നിലയുടെ എൻഗേജ്മെന്റ് ആയി എന്നതായിരുന്നു. ദേഷ്യം തോന്നിയ കാര്യം അവൾ കിരണിനോടൊപ്പം മാൻഷന്റെ അകത്തേക്ക് കയറുന്നു എന്നതുമായിരുന്നു. കിരൺ നിലയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് സിറ്റ് ഔട്ടിലേക്ക് കയറി. കാവ്യ അവൾക്കൊപ്പം കയറി. അതേസമയമാണ് വെളുത്ത കോട്ടും കയ്യിൽ തൂക്കിയിട്ട് അതേ കയ്യിലൊരു സ്റ്റെതസ്കോപ്പും പിടിച്ച് മറുകൈയിലൊരു ഫോണുമായി ശ്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരോടോ ഫോണിൽ സംസാരിക്കുന്നതിനിടയിലാണ് മുന്നിൽ നിൽക്കുന്നവരെ ശ്രീ കാണുന്നത്. നിലയുടെ കയ്യിൽ മുറുകിയ കിരണിന്റെ കൈയും അവളെ പിടിച്ചിരിക്കുന്ന കാവ്യയും. ശ്രീ ഒരു ഞെട്ടലോടെ നീലാംബരി ഉറ്റുനോക്കി. ചെവിയിലിരുന്ന ഫോൺ അല്പൊന്ന് മാറ്റിക്കൊണ്ട് തെല്ലൊരമ്പരപ്പോടെ ശ്രീ പാർവതി അവളെ വിളിച്ചു. മോളെ നില. എല്ലാവരും ഒരു നിമിഷം ശ്രീയുടെ ആ വിളിയിലൊന്ന് പകച്ചുപോയി. അടുത്ത നിമിഷം തന്നെ നില കുഴഞ്ഞ് ശ്രീയുടെ ദേഹത്തേക്ക് വീണിരുന്നു. 3 ദിവസം തുടർച്ചയായി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. സ്വന്തം ഹോസ്പിറ്റലൊക്കെ തന്നെയാണ്. തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ജോലിക്ക് പോയാലും മതി. പക്ഷേ ശ്രീ പാർവതി എന്ന ഡോക്ടർക്ക് അതിന് കഴിയില്ല. അവർ അത്ര തന്നെ ആത്മാർത്ഥതയോടെയാണ് തന്റെ ജോലി ചെയ്യുന്നത്. മറ്റു ഡോക്ടർമാരെ പോലെ തന്നെ അവരിൽ ഒരാളായി ജോലി ചെയ്യാനാണ് അവർ എപ്പോഴും ആഗ്രഹിച്ചു. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് അടുത്ത ദിവസം ലീവിലായിരുന്നു ശ്രീ പാർവതി. ഇന്ന് ഡേ ഡ്യൂട്ടിയാണ്. മാൻഷനിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഹോസ്പിറ്റൽ ന്യൂറോളജി വിഭാഗത്തിൽ തന്റെ അസിസ്റ്റന്റിനെ ഒന്ന് വിളിച്ചു. എല്ലാം ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തി ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് മാൻഷന്റെ പുറത്തേക്ക് ഇറങ്ങിയതും തൊട്ടു മുന്നിൽ നിൽക്കുന്ന നീലാംബരി, അതും കിരണിനൊപ്പം. ഷൂട്ടിന്റെ കാര്യങ്ങൾ ഓഫീസിൽ നിന്ന് കുറച്ച് സ്റ്റാഫ്സ് വീട്ടിൽ വരുമെന്ന് കിരൺ രാത്രി തന്നെ പറഞ്ഞിരുന്നു. രാവിലെ പുറത്ത് അതിൻ്റെതായ ബഹളവും കേട്ടിരുന്നു. നീലാംബരിയെ കണ്ടതും ഒരു നിമിഷം ശ്രീ മറ്റെല്ലാം മറന്നുപോയി. ഹോസ്പിറ്റലിൽ തിരക്കൊഴിയുമ്പോൾ കാവ്യ തന്ന നമ്പറിൽ ഇടക്കൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു. അവൾ ഓക്കെ ആണെന്ന് അറിയുമ്പോൾ വല്ലാത്ത സമാധാനമായിരുന്നു മനസ്സിൽ. പക്ഷേ ഈ കൂടിക്കാഴ്ച ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മുന്നിൽ കാണുന്ന വിശ്വസിക്കാനാവാതെ നീലാംബരിയും ഒന്ന് പകച്ചുപോയിരുന്നു. തന്റെ പ്രിയപ്പെട്ട ശ്രീ ഡോക്ടറെ മുന്നിൽ കണ്ടപ്പോൾ തളർച്ചയും വേദനയെല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്ന് നീലാംബരി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു. മഴ പെയ്തു തോർന്ന തണുത്ത അന്തരീക്ഷത്തിലും തന്റെ ദേഹത്തേക്ക് ചൂട് അരിച്ചു കയറുന്നു. ദേഹം വിയർക്കാൻ തുടങ്ങുന്നു. അവൾ അറിഞ്ഞു. ശരീരത്തിന്റെ ഭാരം കുറയുന്ന പോലെ ശ്രീയുടെ മുഖം കണ്ണിൽ നിന്നും മറയുന്നു. മോളെ നില. ശ്രീ ഒരിക്കലേ വിളിച്ചുള്ളൂ. അപ്പോഴേക്ക് അവൾ ബോധം അറിഞ്ഞുകൊണ്ട് ശ്രീയുടെ ദേഹത്തേക്ക് തന്നെ വീണിരുന്നു.
ഒന്ന് വേച്ചുകൊണ്ട് ശ്രീ അവളെ ചേർത്ത് പിടിച്ച് ഭിത്തിയിൽ തട്ടി നിന്നു. ആ നിമിഷം കിരണിന്റെ കൈ അവളിൽ നിന്ന് അടർന്നു മാറിയിരുന്നു. എല്ലാവരും ഒരുപോലെ പകച്ചുപോയ നിമിഷങ്ങൾ. മോളെ നില, എന്താടാ മോളെ കണ്ണുറക്ക്. ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം അവൾക്ക് എന്തു പറ്റിയെന്നുള്ള സ്ത്രീയെ വല്ലാതെ ഉലച്ചു. അവളുടെ വാടിത്തളർന്ന മുഖവും തണുത്ത് വിറങ്ങലിച്ച ശരീരവും അവരിൽ ഒരു വിറയൽ സൃഷ്ടിച്ചു. ചുറ്റുമൊന്ന് നോക്കിയതും കണ്ടു. നടന്ന കാര്യം വിശ്വസിക്കാനാവാതെ മരവിച്ചു നിൽക്കുകയാണ് എല്ലാവരും. സ്ത്രീയുടെ നോട്ടം ഒരു വേള ജാന്റെ മുഖത്തേക്കും എത്തി. ആ മുഖത്ത് തികച്ചും അവിശ്വസനീയത മാത്രമാണ്. കിരണും അതേ അവസ്ഥയിലാണ്. നീലാംബരി ബോധം മറിഞ്ഞു വീണിലല്ല, മറിച്ച് തന്റെ മമ്മ അവളെ നിറകണ്ണുകളോടെ മോളെ നില എന്ന് വിളിക്കുന്നു. അതായിരുന്നു ജാന്റെയും കിരണിന്റെയും അന്തം വിട്ടു നിൽപ്പിന് കാരണം. ആദ്യത്തെ പതർച്ചയിൽ നിന്ന് ശ്രീ പാർവതി എന്ന ഡോക്ടറിലേക്ക് പെട്ടെന്ന് അവർ തിരികെ എത്തി. നോക്കി നിൽക്കാ, പിടിക്കടാ കൊച്ചിനെ. ശ്രീ കിരണിനെ നോക്കി അലറി. കിരൺ ഒരു ഞെട്ടിലോടെ നിലയെ സ്ത്രീയിൽ നിന്നും തന്നിലേക്ക് അടുപ്പിച്ചു. ഞൊടിയിടയിൽ അവൻ അവളെ കൈക്കുള്ളിൽ കോരിയെടുത്തുകൊണ്ട് മാൻഷന്റെ അകത്തേക്ക് ഓടി. ലിവിംഗ് ഏരിയയിലെ വലിയ സോഫയിലായി കിടത്തി. പുറകെ ഓടിയെത്തി കാവ്യയും ശ്രീയും. ശ്രീ നീലാംബരിക്കരികിലേക്ക് നിലത്തായി മുട്ടൂത്തിയിരുന്നു. ഞൊടിയിടയിൽ എല്ലാവരും ചുറ്റും കൂടി. കീർത്തന, മാനേജർ അശോകൻ, ശിവനാഥ് മേനോൻ, ജയചന്ദ്രൻ, കനകം, വിക്രം. കുറച്ചകലെയായി അപ്പോഴൊരു പകപ്പോടെ ജാനും ഉണ്ടായിരുന്നു. അവന്റെ അരികൾ പുച്ഛഭാവത്തിൽ ആവണിയും വന്ന് നിന്നു. ശ്രീനിലയുടെ കൈ പിടിച്ച് പൾസ് പരിശോധിച്ചു. കണ്ണുകൾ പിടിച്ചു നോക്കി. ദേഹമാകെ തണുത്തു മരവിച്ചിരിക്കുന്നു. ശ്രീ വേഗത്തിൽ അവളുടെ കൈകൾ മാറി മാറി തിരുമ്മി. കാവ്യ, വേഗം അവിടെ ഹീൽസ് റിമൂവ് ചെയ്യും, എന്നിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യേ. ശ്രീ പറയേണ്ട താമസം. കാവ്യ നിലയുടെ കാലിന്റെ ഭാഗത്തായി മുട്ടൂത്തിരുന്നോട് അതുപോലെ ചെയ്തു. കിരൺ, കുറച്ച് വെള്ളം കൊണ്ടുവാ. ശ്രീ കിരണിന്റെ മുഖത്തൊക്കെ ആ ഉച്ചത്തിൽ പറഞ്ഞു. കിരൺ കിച്ചണിലേക്ക് ഓടി. എല്ലാവരും ഇങ്ങനെ കൂട്ടും കൂടി നിൽക്കാതെ ഇവിടെ നിന്ന് മാറിക്കൂ. ശ്രീ പരിസരം മറന്നുകൊണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഒരു വേള തന്റെ വീടാണെന്നോ ചുറ്റും നിൽക്കുന്നവർ തന്റെ വേണ്ടപ്പെട്ടവരാണെന്നോ ശ്രീ മറന്നിരുന്നു. അവരപ്പോൾ ഒരു ഡോക്ടർ മാത്രമായി മാറുകയായിരുന്നു. എല്ലാവരും ഒരു സൈഡിലേക്ക് മാറി നിന്നു. ആവണി ജാനൊന്ന് പാളി നോക്കി. ഇരു കൈകളും നെഞ്ചത്ത് പിണച്ചു കെട്ടി ഏതോ ഒരു ലോകത്ത് അങ്ങനെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഓഫീസിലെ വെറൊരു സ്റ്റാഫിന് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ജാൻ എന്ത് ചെയ്യാനാ? ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ആ പെണ്ണും തലറിങ്ങി വീണപ്പോഴേക്കും എല്ലാവരും ഇതിനെങ്ങനെ ഓടിക്കൂടുന്നു. ഡോക്ടർ ശ്രീ പാർവതി, ഭാവിയിലെ തൻ്റെ അമ്മായിയമ്മ, വേണ്ട വിധമൊന്നും പരിചയപ്പെടാൻ പോലും ഇതൊരു അവസരം ലഭിച്ചിട്ടില്ല. എല്ലാവരും ഈ ഒരു പെണ്ണിനെ ഇങ്ങനെ കെയർ ചെയ്യണമെങ്കിൽ അവൾ ഈ വീട്ടുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായിരിക്കണം. ആരായിരിക്കും ഇവള്? നീല. ഓർത്തുകൊണ്ട് ആവണി ഒരിക്കൽ കൂടി ജാനെ നോക്കി. താങ്ക് ഗോഡ്, എൻ്റെ ജാൻ അവളോടൊരു താല്പര്യമില്ല, എല്ലാവരിൽ നിന്നും മാറിയിരിക്കുന്നു. ആവണി അധികാരത്തോടെ അവനോട് അല്പം കൂടി അടുത്തേക്ക് നിന്നു. അപ്പോഴേക്കും കിരൺ വെള്ളവുമായി എത്തിയിരുന്നു. അതിൽ നിന്ന് അല്പം വെള്ളം ശ്രീ കയ്യിലെടുത്ത് നിലയുടെ മുഖത്തേക്കായി തളിച്ച് കണ്ണുകളൊന്ന് ചിമ്മിക്കൊണ്ട് അവളൊന്ന് ഞെരങ്ങി. ഒരിക്കൽ കൂടി വെള്ളം മുഖത്ത് വീണപ്പോൾ അവൾ മേലെ കണ്ണുകൾ തുറന്നു. തൊട്ടുമുന്നിലിരിക്കുന്ന സ്ത്രീയാണ് നില ആദ്യം കണ്ടത്. മുന്നിൽ തന്റെ അമ്മ ഭദ്രയെ കണ്ട പോലെ അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. അമ്മ വിതുമ്പിക്കൊണ്ട് അവളൊന്ന് വിളിച്ചു. ഒന്നുമില്ലടാ, ഞാനില്ലേ. ശ്രീ അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവരുടെ തോളിൽ മുഖം ചേർത്തൊന്ന് തേങ്ങി. കാവ്യ ഒഴികെ എല്ലാവരും തികഞ്ഞ അമ്പരപ്പിലാണ്. ഇവരിതിങ്ങനെ പരിചയമായി എന്നൊരു ചോദ്യം എല്ലാവരിലും ഉണ്ടായി. കനകം വെറുതെ ഒന്ന് കൂട്ടാനും കിഴിക്കാനും ഹരിക്കാനും ഗുണിക്കാനും തുടങ്ങി. ജയേട്ടാ, ശ്രീ അന്ന് നമ്മളെയൊക്കെ വഴക്കം പറഞ്ഞിട്ട് നമ്മുടെ ഐഡിയ തന്നെ പ്രയോഗിച്ചു എന്നാ തോന്നണേ. നമ്മളെ കൂട്ടാതെ ആ കൊച്ചിന്റെ വീട്ടിൽ പോയി കാണും. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ കെട്ടിപ്പിടിച്ച പൊട്ടിക്കരയാൻ മാത്രം എന്ത് പരിചയ ഇവര് തമ്മിലുള്ളത്? ജയചന്ദ്രൻ കനകത്തെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് വായിൽ സിബിട്ട് കാണിച്ചു മിണ്ടിപ്പോരുതെന്ന അർത്ഥത്തിൽ. തൊട്ടടുത്ത് നല്ല കുട്ടി ചമഞ്ഞിരുന്ന ശിവനാഥ് മേലെ കനകത്തോടായി പറഞ്ഞു. വെറുതെ അതും ഇത് ആലോചിച്ച് ബി പി കൂട്ടണ്ട. ആ കൊച്ചിനെ പോലെ നിങ്ങളെങ്ങാനും ഇവിടെ കറങ്ങി വീണ പിന്നെ തിരികെ വരാൻ വലിയ പാടാ. കാലിനെ പറ്റിച്ച് മേക്കപ്പ് ഇട്ട് നടക്കുകയായിരുന്നില്ലേ? ഓണത്തിന് സദ്യ ഉണ്ണാനുള്ള, അല്ലാതെ 16 ഊണ് തീറ്റിക്കരുത് പ്ലീസ്. കനകൻ ശിവനാഥ് മേനോനും തറപ്പിച്ചു പോയിക്കൊണ്ട് കൈയും കെട്ടി മുഖം വെട്ടിച്ചു. നിനക്കുള്ള ഞാൻ പിന്നെ തരാമെന്ന പോലെ. കാവ്യ, ഇവളിന്ന് ഫുഡ് കഴിച്ചിരുന്നോ? ശ്രീ ചോദിച്ചപ്പോൾ കാവ്യ ഇല്ലാന്നർത്ഥത്തിൽ തലയാട്ടി. ഇത് വീണ്ടും കാവ്യാന്ന്. ഇവള് കാവ്യാണെന്ന് ശ്രീയമ്മക്ക് എങ്ങനെ അറിയാം? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നു? സ്വയം പറഞ്ഞുകൊണ്ട് കിരൺ ഒന്നും മനസ്സിലാവാതെ ജാനെ നോക്കി. ബെസ്റ്റ്, അവന് എന്നെ പോലെ അന്തം വിട്ട് പണ്ടാറാണെങ്കിൽ കുന്തം വിഴുകി നിൽക്കുകയാണല്ലോ. നില മോളെ, എന്താ ഈ ഉടുപ്പിൽ ചോര? ആ മുറിവിൽ നിന്നാണോ ഇങ്ങനെ ചോര വന്ന്? മരുന്ന് വെച്ച് ഡ്രസ് ചെയ്തില്ലേ? ശ്രീനിലയുടെ തലാൽപ്പുയർത്തി സോഫയുടെ തന്നെ ഒരു പില്ലോയിലേക്ക് അവളെ കിടത്തിക്കൊണ്ട് ചോദിച്ചു. പക്ഷെ അവളൊന്നും പറയാതെ വിഷമത്തോടെ അങ്ങനെ കിടന്നേയുള്ളൂ. ശ്രീ കാവ്യയെ ചോദ്യഭാഗത്തിൽ നോക്കി. അത് ഇന്നിവിടേക്ക് വരുന്ന തിരക്കിൽ മുറിയിലും മരുന്ന് വയ്ക്കാൻ സമയം കിട്ടിയില്ല. കാവ്യം മടിച്ചാണ് പറഞ്ഞ്. കാരണം ശ്രീ ഹോസ്പിറ്റലിൽ വെച്ചും ഫോൺ ചെയ്തപ്പോഴുമെല്ലാം നിലയെ ശ്രദ്ധിക്കണമെന്ന് കാവ്യയോട് പ്രത്യേകം പറഞ്ഞിരുന്നു. മുറിവുണ്ടായിട്ട് 2 ദിവസം ആയതല്ലേ, പക്ഷെ ഇപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടല്ലോ. ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഓക്കെ എന്നല്ലേ പറഞ്ഞിരുന്നത്? പിന്നെന്താ ഇപ്പോഴും ബ്ലഡ് വരുന്നത്? എവിടെയെങ്കിലും ഇടിക്കുകയോ മറ്റോ ചെയ്തോ? ശ്രീ പറഞ്ഞു കേട്ട് കിരൺ വീണ്ടും ഞെട്ടിക്കൊണ്ട് ജാനെ നോക്കി. കിരണ് വീണ്ടും അതേ ഹാപ്പി മൂവിയിലെ അല്ലു അർജുന്റെ എക്സ്പ്രഷൻ തന്നെ. ഓരോന്ന് കേൾക്കുമ്പോഴും ഞെട്ടി കണ്ണും തള്ളി ജാനെ നോക്കും.
ജാനാണെങ്കിൽ ഷോൾഡർ ഉയർത്തി എന്താടാ എന്ന പോലെ ഒന്ന് കാണിച്ച് കുറച്ചു നേരമായിട്ട് ഇവിടെ നടക്കുന്നൊക്കെ എന്തെന്ന് മനസ്സിലാവാതെ അവനും ആകെ കിളിപോയി നിൽക്കുകയാണ്. കിരണിന്റെ വക ഓരോ ഓവർ എക്സ്പ്രഷൻ കോപ്രായങ്ങൾ. ചോര വാർന്ന മുറിവ് കാണാൻ വേണ്ടി ശ്രീ നിലയുടെ ടോപ്പ് അല്പം ഉയർത്താൻ തുടങ്ങിയതും പെട്ടെന്ന് നില ശ്രീയുടെ കയ്യിൽ കയറി പിടിച്ചു. ശരിയാണ്, കുറച്ച് സമയമായി താനൊരു ഡോക്ടർ മാത്രമാണ്. ചുറ്റിലും നിൽക്കുന്നവർ തങ്ങൾ നോക്കുന്നൊന്നും ശ്രീ ഓർത്തില്ല. കിരൺ മോനെ, എൻ്റെ റൂമിലെ ഷെൽഫിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, വേഗം എടുത്തിട്ട് വരൂ. ഒപ്പം BP മോട്ടർ കൂടി എടുത്തിട്ട് വാ. ശ്രീ പറയേണ്ട താമസം കിരൺ വേഗം മുകളിലേക്ക് സ്റ്റെപ്പ് ഓടിക്കയറി. 1-2 സ്റ്റെപ്പ് കയറിയ ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കിയവൻ പിന്നെ വേഗം താഴേക്ക് ഇറങ്ങി കാറ്റുപോലെ വന്ന് കാവ്യം വലിച്ചെടുത്ത് കൂടെ കൊണ്ടുപോയി. നില മോളെ വാ, എനിക്ക് ആ മുറിവൊന്ന് കാണണം, പിന്നെ അത് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് തരാം. വേണ്ട ശ്രീ ഡോക്ടർ, എൻ്റെ ബാഗിലും മരുന്നുണ്ട്, ഞാൻ ചെയ്തോളാം. നില വളരെ പതിഞ്ഞ ശബ്ദത്തിലാണ് അത് പറഞ്ഞത്. വിക്കി ശ്വാസം വലിച്ചെടുത്ത് വളരെ പതിയെ സംസാരിക്കുന്നവൾ ആ നിമിഷം അനുഭവിക്കുന്ന വേദന അപ്പോഴേക്കും ശ്രീക്ക് മനസ്സിലാകുമായിരുന്നു. അവൾ പറഞ്ഞതിന് മറുപടിയായി ശ്രീ ഒന്നും തന്നെ പറഞ്ഞില്ല. നില, മോൾക്ക് നടക്കാൻ പറ്റുമോ? നമുക്ക് ഗസ്റ്റ് റൂമിലേക്ക് പോവാം, ഒന്ന് എഴുന്നേറ്റ് നോക്കിയേ. പതിയെ. നിലയെ പതിയെ ശ്രീ തന്നെ പിടിച്ചുയർത്തി ഇരുത്തി. എന്നിട്ട് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെച്ചതും അവളൊന്ന് വേയിച്ചു പോയിരുന്നു. ഉണ്ണിക്കുട്ടാ, ശ്രീ ഉറക്കെ വിളിച്ചു. ആ വിളി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നീലാംബരിയെ 2 കൈകളെടുത്ത് ഉയർത്തിയിരുന്നു. ഒരു ഞെട്ടിലോടെ നില മുഖം ഉയർത്തി നോക്കി. ഇരു കൈയിലും തന്നെ കോരിയെടുത്ത് നടക്കുകയാണ് ജാൻ. ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ എടുത്തുയർത്തുന്നത്. നേരത്തെ കിരൺ എടുത്തൊന്നും അവൾ അറിഞ്ഞിരുന്നില്ലല്ലോ. വീഴില്ലെന്നറിയാം, പക്ഷെ അകാരണമായ ഭയം അവളെ കീഴ്പ്പെടുത്തിയതിന്റെ ഫലമെന്നോണം അവളുടെ ഇടത് കൈ അവന്റെ കഴുത്തിലൂടെ അള്ളിപ്പിടിച്ചു. അത്രയും ഉയർത്തിയാണ് അവൻ അവളെ പിടിച്ചിരുന്നത്. കനകം കണ്ണുമീഴ്ച ശിവനാഥിനെ നോക്കി അയാൾ അവരെ തൊഴുത് കാണിച്ചു. നമസ്കാരം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.